Hey everyone, welcome to my channel The English Farm. ഇന്ന് നമ്മൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ചിക്കൻ പറാത്ത ഉണ്ടാക്കുന്നതിലൂടെ എങ്ങനെ നമുക്ക് കുറച്ച് സ്മാർട്ട് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ഇംഗ്ലീഷ് വേർഡ്സ് പഠിക്കുക എന്നുള്ളതാണ് നോക്കുന്നത്. ചിക്കൻ പറാത്തയാണ്, പൊറോട്ട അല്ല. ശരിക്കും ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. എൻ്റെ ഡൽഹി യാത്രയിലാണ് ഞാനിത് കഴിച്ചിട്ടുള്ളത്. വളരെ രുചികരമായിട്ടുള്ള ഒരു ഭക്ഷണമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായിട്ടും സ്നാക്കായിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ഇപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ നമ്മൾ ജോലി ചെയ്യുന്നതിലിടയ്ക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ടി വി കാണുകയോ അതുപോലെ നമ്മളെന്തെങ്കിലും മറ്റ് വായനയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഓഫീസ് വർക്കുകളൊക്കെ ചെയ്യുന്നതിലിടയ്ക്ക് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു സ്നാക്കാണിത്. പിന്നെ മറ്റൊരു പ്രത്യേകത, ഇതിന് നമുക്ക് കഴിക്കാൻ കറിയോ മറ്റൊന്നും ആവശ്യമില്ല. ടൊമാറ്റോ സോസോ മയോണൈസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വളരെ ടേസ്റ്റി ആയിട്ട് ഇതോടൊപ്പം നമുക്ക് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതോടൊപ്പം കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളും കൂടി പഠിക്കാം. പലപ്പോഴും വീട്ടമ്മമാരൊക്കെ പറയാറുണ്ട് ജോലി തിരക്കിനിടയ്ക്ക് പഠിക്കാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അതിനൊരു പരിഹാരം കൂടിയാണ്. നമ്മളൊരു ജോലി ചെയ്യുന്നതിലൂടെ നമുക്ക് കുറച്ച് നല്ല വാക്കുകൾ പഠിക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതിലേക്കായിട്ട് നമ്മൾ ഒരു 3 സവോള എടുത്തിട്ടുണ്ട്. ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്നു. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 3-4 പീസ് ചിക്കൻ. അത് നമ്മൾ ഉപ്പും കുരുമുളക് പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്താണ്. പിന്നെ മറ്റ് ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് നമുക്കൊരു 2 കഷ്ണം ഇഞ്ചി വേണം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 5-8 വെളുത്തുള്ളി, അതുപോലെ ഒരു 10 പച്ചമുളക്, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള പച്ചമുളകാണ്. അതുപോലെ ഒരു 2 അല്ലി മല്ലിയില. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് ആവശ്യമുള്ളത്. പിന്നെ അതുപോലെ നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടുള്ള ആട്ടപ്പൊടി, വീറ്റ് ഫ്ലോർ. അതിവിടെ നല്ല പൊടിച്ച പൊടിയാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് വെച്ചിട്ട് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ചിക്കൻ പറാത്ത തയ്യാറാക്കാനായിട്ട് ഞാൻ ഈ സാധാരണ നമ്മൾ ചായ കഴിക്കുന്ന ഈ കോഫി കപ്പിൽ ഒരു 5 കപ്പ് മാവാണ് എടുക്കുന്നത്, ആട്ടപ്പൊടി. അപ്പോൾ അത് നോക്കാം. ഞാൻ എടുത്തിട്ടുള്ള ഈ ആട്ടപ്പൊടി നമുക്കൊരു ഏകദേശം ഒരു 6 ചപ്പാത്തി ഉണ്ടാക്കാനുള്ള മാവാണ് ഇതുണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഏതൊരു പൊടി എടുക്കുമ്പോഴും നമ്മൾ ആദ്യം ഒന്ന് അത് അരിച്ചിട്ടാണ് സാധാരണ കുക്കിങ്ങിന് എടുക്കാറുള്ളത്. അപ്പോൾ അതിന് നമുക്ക് എന്ത് പറയാം, സിഫ്റ്റ് ദ ഫ്ലോർ. സിഫ്റ്റ് ദ ഫ്ലോർ. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള നമ്മളെടുത്ത ആട്ടപ്പൊടിയാണ്. അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പിടാം. പിന്നെ നമ്മൾ ചപ്പാത്തി സോഫ്റ്റ് ആവാൻ വേണ്ടി ഒരു 2 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിക്കുക. എന്നിട്ടത് നന്നായി ഇളക്കിയിട്ട് അതിന് ശേഷം നമുക്ക് വെള്ളം ആഡ് ചെയ്യാം. ഇത് കുറച്ച് ചൂടുള്ള വെള്ളമാണ്. അപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് ആവശ്യമായിട്ടുള്ള മാവ് തയ്യാറാക്കുകയാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പറയാം. വി ആർ പ്രിപ്പയറിങ് ദ ഡൗ. ഇനി വി ഹാവ് ടു നീഡ് ഇറ്റ്. നീഡ് ഇറ്റ് മീൻസ് നന്നായി കുഴയ്ക്കണം നമുക്ക്, അണ്ടിൽ ഇറ്റ് ബിക്കം സോഫ്റ്റ്. സോ നീഡ് ദ ഡൗ അണ്ടിൽ ഇറ്റ് ബിക്കം സോഫ്റ്റ്. അപ്പോൾ മസാല തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഞങ്ങൾ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എണ്ണ ചൂടായ അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 3 സവോള, ഇത് നമ്മൾ ഫൈൻലി ചോപ്പ്ഡ് ഓനിയനാണ്. ഫൈൻലി ചോപ്പ്ഡ്, അതായത് നന്നായി ചെറുതായി കൊത്തി അരിഞ്ഞിട്ടുള്ള സവോള. അത് നമുക്ക് എണ്ണയിലേക്ക് ഇടാം. അപ്പോൾ നമുക്ക് ഈ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള സവോള നന്നായി വഴറ്റിയെടുക്കാം. അപ്പോൾ നമുക്കതെങ്ങനെ പറയാം, ലെറ്റ്സ് സോട്ടേ ദ അനിയൻ. ലെറ്റ്സ് സോട്ടേ ദ അനിയൻ. അപ്പോൾ നമ്മുടെ സവോള ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ആവശ്യമായ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. എന്നിട്ട് ഒന്നുകൂടി നമുക്കത് വഴറ്റിയെടുക്കണം. നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചമുളക്, ചെറുതായി അരിഞ്ഞിട്ടുള്ള പച്ചമുളക് നമുക്കിടാം.
അപ്പോൾ ഇത് ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അതിലേക്ക് മസാലപ്പൊടികൾ ഇടാം. ലെറ്റ്സ് സ്പ്രിങ്കിൾ ഇൻ ദ സ്പൈസസ്. സ്പ്രിങ്കിൾ ഇൻ. ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ടിട്ടുള്ളത്. കാരണം നമ്മൾ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ഇത്തിരിശം ഉൾപ്പെടുത്തുന്നുണ്ട്. ഈ മസാലയുടെ ഈ റോ മണം ഒന്ന് പോകുന്നവരെ നമ്മൾ കുറച്ച് നേരം ഇളക്കി കൊടുക്കണം. അതിന് ശേഷം നമുക്ക് ഇറച്ചിട്ട് കൊടുക്കാം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചി മസാല, ഗരം മസാല എന്ന് പറയുന്ന നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്ന പൊടിയാണ് ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർക്കണം. നമുക്ക് മസാലയിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ടാൽ മതി. കാരണം ചിക്കനിൽ നമ്മൾ ഉപ്പിട്ടിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്നതാണ്. തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഉപ്പും ഇത്തിരി കുരുമുളക് പൊടി ഇട്ടിട്ട് നമ്മൾ വേവിച്ചിരുന്ന അത് നമ്മൾ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തു. ഇനി അത് നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല ഏകദേശം റെഡിയായി കഴിഞ്ഞു. ഇനി അത് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കുക. ഉപ്പും എരിവൊക്കെ പാകത്തിനുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് പോരായി ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് പരത്താൻ തുടങ്ങുകയാണ്. അപ്പോൾ അതിന് നമുക്ക് ലെറ്റ്സ് ഡസ്റ്റ് ഇറ്റ്. അപ്പോൾ ഇതിൻ്റെ മാവ് നിങ്ങൾക്ക് കാണാം, ഒരു 2 ചപ്പാത്തിയിലധികം പൊടി വേണം നമുക്ക് ഏകദേശം. എന്നാലാണ് നമുക്ക് ഇത് നല്ല രീതിയിൽ മടക്കിയെടുക്കാനൊക്കെ കഴിയുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് പരത്തിയെടുക്കാം. അപ്പോൾ ഇതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഈ ചപ്പാത്തി കോലിന് നമുക്ക് റോളിംഗ് പിൻ എന്താണ് പറയുന്നത്, റോളിംഗ് പിൻ. ദെൻ പരത്തുന്നതിന് റോൾ ഇറ്റ് ഔട്ട്. ഇനി അത് നമുക്ക് കുറച്ച് വട്ടത്തിൽ പരത്തിയതിന് ശേഷം മസാല ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് പരത്തി കഴിഞ്ഞു. നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള ഫില്ലിങ് വയ്ക്കാം. ഇനി അത് നമുക്കതെങ്ങനെ ഫോൾഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം. ഇനി നമ്മുടെ ഈ പറാത്ത കുറച്ചും കൂടി പൊടിയിട്ടിട്ട് നമുക്കൊന്നുകൂടി പരത്തിയെടുക്കണം. 2 സൈഡിലും പൊടിയിടുക. നല്ല ശ്രദ്ധിച്ചിട്ട് സോഫ്റ്റായിട്ട് പരത്തിയെടുക്കുക. നമ്മുടെ പറാത്ത പരത്തിൽ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ പറാത്ത നമ്മൾ നിറയെ ചിക്കൻ ഫില്ലിങ് വെച്ചിട്ടുള്ള ഒരു പറാത്തയാണ്. അപ്പോൾ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒട്ടും പൊട്ടാതെ തന്നെ ഇത് നമുക്ക് പരത്തിയെടുക്കാം. ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ചിക്കനൊക്കെ ഉള്ളിൽ നിറയെ സ്റ്റഫ് ചെയ്തുകൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ലെറ്റ്സ് ബ്രഷ് സം ബട്ടർ. തീയൊന്ന് കുറച്ച് വയ്ക്കുക. ലോ ഫ്ലെയിമിൽ ചുട്ടെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ പറാത്ത മറിക്കാനായിട്ടുണ്ട്. നമുക്ക് ലെറ്റ്സ് ഫ്ലിപ്പ് ഇറ്റ് ഓവർ. ദെൻ ലെറ്റ്സ് സ്പ്രെഡ് സം ബട്ടർ. അപ്പോൾ ഈ പറാത്ത നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ
ലോ ഫ്ലെയിം ടു മീഡിയം ഫ്ലെയിമിലിടാണ് നല്ലത്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. നമുക്ക് ഈ ഭാഗത്തും കൂടി കുറച്ചും കൂടി ബട്ടർ. ലെറ്റ്സ് സ്പ്രെഡ് സം ബട്ടർ. അപ്പോൾ ഇതാണ് നമ്മളെ ചിക്കൻ പറാത്ത റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്ങൊക്കെ എങ്ങനെ ഇരിക്കുന്നു എന്ന് കാണിക്കാം ഞാൻ. ഇപ്പോൾ നമ്മുടെ ചിക്കൻ പറാത്ത റെഡിയാക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയായിട്ട് ഫില്ലിങ്ങൊക്കെ ഉള്ള ഒരു പറാത്തയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കാരണം അവർ വേറെ എന്തെങ്കിലും കളികളൊക്കെ കളിക്കുന്നതിലെടുക്കും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അത് നമുക്ക് മയോണൈസിൻ്റെ ഒപ്പമോ അല്ലെങ്കിൽ സോസിൻ്റെ ഒക്കെ ഒപ്പം വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടാവും വിചാരിക്കുന്നു. ഈ ചിക്കൻ സ്റ്റഫ്ഡ് പറാത്തയുടെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതോടൊപ്പം നമ്മളിന്ന് പഠിച്ച കുറച്ച് ഇംഗ്ലീഷ് വാക്കുകളുണ്ട്. അപ്പോൾ അതൊന്ന് പ്രാക്ടീസ് ചെയ്യുക. സാധാരണ നമ്മൾ കോൺവെർസേഷനിൽ ഉൾപ്പെടുത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.